ബെഡ്റോക്ക് ലോകത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും ഞാൻ ആ ഡബിൾ ഡെക്കർ വീട് അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ എൻ്റെ സ്റ്റൈലിൽ വീട് ഉണ്ടാക്കും. പിന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു ഡബിൾ ഡെക്കർ വീട് ഉണ്ടാക്കുന്നതിന് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇത് കറക്റ്റ് ഇതേപോലെ ഉണ്ടാവില്ല. അതായത് ആ ഒരു റൂഫിംഗ് സ്റ്റൈൽ വേറെ ആയിരിക്കും. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കയ്യിലുള്ള പേട്ട് വുഡൻ പിക്കാക്സ് മാറ്റിയിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് എടുക്കണം. അത് ഞാൻ സ്റ്റോൺ പിക്കാക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒക്കെ പറഞ്ഞുതരാം. സാധാരണ പോലെ തന്നെ എനിക്ക് ആദ്യം പോയിട്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാനുള്ളവർ എൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ താഴെയും കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് കയറി ആ ഒരു ഇതിനകത്ത് ഫ്രണ്ട് ആക്കിയാൽ മതി. എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലോ എന്റെ മൈക്കിന്റെ പ്രോബ്ലം ഒക്കെ ഞാൻ റെഡിയാക്കി. അതായത് ആ ഹെഡ്ഫോണിന്റെ പൊട്ടിപ്പോയി മൈക്ക് റെഡിയാക്കി എന്നല്ല, എന്റെ വെബ് ക്യാമിന്റെ മൈക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല. അത് ഞാൻ റെഡിയാക്കി വെബ് ക്യാമിന്റെ മൈക്ക്. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ സ്പൈഡർമാൻ 2 കളിക്കാൻ തുടങ്ങി. മാർവൽ സ്പൈഡർമാൻ 2 അതിന്റെ 1ഉം പിന്നെ മൈൽസ് മൊറാൽസ് ഞാൻ കളിച്ച് നിർത്തിയ. അപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവുന്ന മൈൻക്രാഫ്റ്റ് അല്ലാത്ത ഇതേപോലത്തെ നല്ല ഗെയിംസ്, AAA ടൈറ്റിൽസ് ഗെയിംസ് ഒക്കെ ഞാൻ ഇതുവരെ കളിക്കാത്ത ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരണം, എനിക്ക് കളിച്ച് നോക്കാൻ. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഓൾറെഡി ഈ ഡബിൾ ഡെക്കർ വീട് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് എൻ്റെ സൈഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. ഇത് ഉണ്ടാക്കാൻ ചെറിയൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അത് ഇതുപോലെ തന്നെ വരില്ല. അതായത് 2 റൂഫായിരിക്കും, ഒറ്റ റൂഫായിരിക്കും, പിന്നെ വലുതുമായിരിക്കും. അപ്പം ഇതിന് ഡബിൾ ഡെക്കർ വീട് എന്ന് വിളിക്കാൻ പറ്റൂല. അതായത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതിന് എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഡബിൾ ഡെക്കർ വീട് അങ്ങനെയായിരിക്കും. ഞാൻ ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഫാമൊന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനത്തെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു വേൾഡ് ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന വേൾഡ് മൊത്തം അടിപൊളിയായിരിക്കണം. കുറേ ബിൽഡ് കാണാനുണ്ടാവണം ഫാമിന് പകരം. എൻ്റെ ആക്സ് പൊട്ടിപ്പോയിട്ട് ഞാൻ പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ പോയതാ, ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വേൾഡിൻ്റെ ഡൗൺലോഡ് ഞാൻ ഡ്രാഗണെ കൊന്നു കഴിയുമ്പോൾ തരും, അല്ലെങ്കിൽ ഡ്രാഗണെ കൊല്ലാൻ പോകുന്നതിന് മുന്നേ. ഡ്രാഗണെ കൊന്നു കഴിഞ്ഞിട്ട് ഫുള്ള് അത് ഞാൻ ആ എപ്പിസോഡിൽ തന്നെ കൊന്നില്ലെങ്കിലും, ഞാൻ ഉദ്ദേശിച്ചത് ഡ്രാഗണെ കൊല്ലാൻ പോകുന്ന എപ്പിസോഡിൽ ഡ്രാഗണെ ഞാൻ കൊല്ലുന്നതിന് പകരം ഡ്രാഗൺ എന്നെ കൊന്ന സാധനങ്ങളെല്ലാം പോകൂലേ. അപ്പം എന്നാലും ഞാൻ കൊല്ലും. അതിൻ്റെ ആറുമറൊക്കെ വെച്ചിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും കൊല്ലും. ഞാൻ കഴിഞ്ഞ സീരീസിൽ അങ്ങനെ കൊന്നേ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 100-200 വീഡിയോ ആയാണ് എൻ്റെ ഈ ഒരു ചാനലിൽ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാം. ആ വീട് മൊത്തം ഞാനങ്ങ് തല്ലി പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ പുതിയ സ്റ്റൈൽ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ ഐഡിയയിലുള്ള പോലത്തെയും പിന്നെ കുറച്ച് കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കും. പറഞ്ഞ പോലെ ഞാൻ ഈ സീരീസിൽ പുതിയതായിട്ട് ഗോൾ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇടാൻ മറന്നോടാ. ഞാൻ എൻ്റെ കാര്യം വിട്ടു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നേ. ഞാൻ എന്തായാലും ഇതൊന്ന് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേഗം വരാം. റൂഫ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഡീപ് സ്ലേറ്റ് ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ അതിൻ്റെ കാര്യം മറന്നുവിടാ. ഇനിയിപ്പോൾ അത് പോയിട്ട് എടുക്കണം. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഓർത്തെ. ഇനിയിപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിക്കാക്സ് ആണ് പൊട്ടാനായി. പുതിയൊരു പിക്കാക്സ് ഉണ്ടാക്കി പോയി എടുത്തിട്ട് വരാം. താഴോട്ട് ഫാസ്റ്റിൽ പോകാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം എനിക്കിങ്ങനെ പോകാൻ വയ്യ. ഞാനിപ്പോൾ ഷിഫ്റ്റ് നിൽക്കിയാണ് പോകുന്നത്. അതാകുമ്പോൾ ഇച്ചിരി ഫാസ്റ്റ് പോലെ എനിക്ക് തോന്നി. ഞാൻ ഇവിടെ എത്താറായി. ഞാൻ ഇവിടെ നിന്ന് ആ ഡീപ് സ്ലേറ്റ് പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഷിഫ്റ്റ് നിൽക്കി ഷിഫ്റ്റ് പൊട്ടിച്ചിട്ടായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം മൊത്തം ഞാൻ ഡീപ് സ്ലേറ്റ് അടിച്ച് പൊട്ടിച്ച് കളത്തുക. ഞാൻ എന്തായാലും പോയിട്ട് ഇത് മൊത്തം ഒന്ന് എടുത്തിട്ട് എനിക്ക് വേണ്ടത്ര എടുത്തിട്ട് വരാം. എന്തായാലും ഈ ലൈൻ പോരാ, ഞാൻ 2 വട്ടം കൂടി താഴത്തോട്ട് മൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും. എന്തായാലും ഞാൻ എടുത്തിട്ട് വരാം. റൂഫ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് വേഗം വരാം. ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടതല്ലാത്ത എന്തോ സാധനം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വന്ന്. കുഴപ്പമില്ല, റൂഫ് ഞാൻ ഇങ്ങനെ തന്നെ വിചാരിച്ചത്, പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡിസൈനും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. സൈഡിൽ ഇങ്ങനെയാണ്, ഇവിടെ ഒരു ഡീപ് സ്ലേറ്റ് ടൈൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിനിഷിംഗ് ടച്ച് വരും. ബാക്കിൽ ഞാൻ ഇങ്ങനെ 3 വര പോലത്തെ ഡീപ് സ്ലേറ്റ് ടൈൽസ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് സ്ലാബിൻ്റെ ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്ലാബ് മാത്രം ഇരിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെയാണ്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലതാ, ഇവിടെ ഫ്ലോർ മാത്രമുണ്ട്. പിന്നെ ഇതാ സൈഡൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഡിസൈനും ചെയ്തിട്ടില്ല. ഇതുവരെ ഉണ്ടാക്കിയ ഒന്നിലും ഞാൻ മര്യാദയ്ക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടില്ല. ഏതോ ഒന്നിൽ മാത്രം ചെറുതായിട്ട് കുറച്ചെന്തോ ആക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മൊത്തം ഞാൻ എത്ര ബിൽഡിങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കാം. ഇതെല്ലാം കൂട്ടുകയാണെങ്കിൽ ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, അവിടെ റോഡ്. ഇപ്പോൾ 6 ബിൽഡ് കൊണ്ടുവന്നു. ഇനി എത്ര ബിൽഡും കൂടി ഇവിടെ നിന്ന് പൊട്ടിച്ചുണ്ടാക്കാനുണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വേഗം വരാം. ഇത് കുറച്ചുണ്ട്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ മൊത്തം ഇനി കറക്റ്റ് 10 ഉണ്ട്. ഇനി ഉണ്ടാക്കാനായിട്ട് ബിൽഡ് പൊട്ടിച്ച് മാറ്റിയിട്ട് അതൊക്കെ നമുക്ക് ഉണ്ടാക്കി വരാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 5-6 എപ്പിസോഡും കൂടി ടൗൺ ഏരിയ ഉണ്ടാവും. കാരണം ഒരു എപ്പിസോഡിൽ ഞാൻ 2 വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, 10 അപ്പോൾ ചുരുങ്ങുമല്ലോ. ഒരു എപ്പിസോഡ് 2 വെച്ചാണെങ്കിൽ 5 എപ്പിസോഡ് മതി. പക്ഷെ ചിലപ്പോൾ ഞാൻ ഒരു ബിൽഡ് മാത്രമേ ആക്കാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു എപ്പിസോഡ്. പറഞ്ഞ പോലെ ഈ വീട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയുള്ള അടുത്തുള്ള ഓരോ എപ്പിസോഡിലും ഓരോ റൂമായിട്ട് ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇലയൊക്കെ പൊട്ടിച്ചു മാറ്റണം. ഇതെന്ത് ഇവിടെ കാടാണ്. ഇന്നിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഫ്ലോർ മാത്രം ഒന്ന് മാറ്റി സ്റ്റോൺ ബ്രിക്ക് ആക്കാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തേക്കാം, ഇൻറ്റീരിയർ. ഇതെന്ത് സ്ഥലമാക്കണ്ടേ എന്നുള്ള ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അതായത് ഇതിപ്പോൾ മറ്റേത് എൻ്റെ അവിടെ ബെഡ്റൂം ഉണ്ട് മെയിൻ ബിൽഡിങ്ങിൽ. മുകളിലൊരു കിച്ചൺ പോലെ അത് ഫർണസൊക്കെ കൂട്ടി വെച്ചിട്ട്, പിന്നെ ഒരു സ്ഥലം ഈ ക്രാഫ്റ്റിങ്ങും എൻ്റെ പ്രൊജക്ട് ബോർഡും.
അപ്പോൾ അതേപോലെ ഇതെന്ത് സ്ഥലമാക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടെ വേണമെങ്കിൽ എൻ്റെ വേൾഡിൻ്റെ മാപ്പ് കൊണ്ടുവരാം അല്ലെ, ബിഫോർ ആഫ്റ്റർ സുദ്യാണം ചെയ്ത പോലെ. പക്ഷെ ബിഫോർ ആഫ്റ്റർ ആണെങ്കിൽ ഞാൻ ഇവിടെയുള്ള ബിൽഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയല്ലേ, ആദ്യം ഒരെണ്ണം എടുത്ത് വെക്കണമായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റൂല, അത് വേണ്ട. വേറെ എന്തെങ്കിലും നിങ്ങൾ തന്നെ പറഞ്ഞേക്ക്. സ്റ്റോറേജ് ഏരിയ ആക്കാലോ അല്ലേ, ശരിയാണ്. എൻ്റെ ഈ സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ മണ്ടയിലുള്ള ഈ കുറച്ച് ബാരൽ ആണ്, അത് മാറ്റിയിട്ട് എനിക്കപ്പോൾ ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് ആക്കാം. ഞാനിതിവിടെ സ്റ്റോൺ ബ്രിക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ മൊത്തം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കാണിക്കാനൊന്നുമില്ല, ഫ്ലോർ മാത്രം. എന്നാലും എന്താ കണ്ടോ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലാന്ന് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ എനിക്കൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് വീഡിയോൻ്റെ ലെങ്ത്തൊന്നും ഇപ്പോൾ അധികം ഇല്ലാത്ത. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കുറേ പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.